أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اقترب للناس حسابهم وهم في غفلة معرضون. ما يأتيهم من ذكر من ربهم محدث إلا استمعوه وهم يلعبون. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. قال ربي يعلم القول في السماء والأرض وهو السميع العليم. بل قالوا أضغاث أحلام بل افتراه بل هو شاعر فليأتنا بآية. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. اتقوا الله عباد الله، أوصيكم وإياي أولا بتقوى الله. إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون. ആദരണീയനായ യോഗാധ്യക്ഷൻ, പ്രിയങ്കരനായ ഹംസത്ത്, സ്നേഹ സമ്പന്നരായ നാട്ടുകാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അത്യപാരമായ അനുഗ്രഹത്താൽ അതിശക്തമായ മഴപ്രവാഹത്തിന് ശേഷം ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് ആരംഭിച്ച യാത്ര തിരൂര് വിടുന്നതുവരെ ശക്തമായ മഴയെ, അത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. ഇനിയും അത് ആവർത്തിക്കുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിലും ലോകത്ത് ഞാനും നിങ്ങളും ആഗ്രഹിച്ചതാണോ ലോകത്ത് നടക്കുന്നത്? നമ്മുടെ അംബീഷൻസുകൾ, അഭിലാഷങ്ങൾ, അതാണോ ലോകത്ത് പൂർണ്ണമായി നടപ്പാക്കപ്പെടുന്നത്? അല്ലല്ലോ. ഏതോ ഒരു മഹാശക്തിയുടെ തീരുമാനമാണ് മനുഷ്യരൊക്കെ അംഗീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം.
1000 ആണ്ട് ജീവിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും മനുഷ്യരിൽ പല ആളുകളും. പൂതി, ആഗ്രഹങ്ങൾ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന് യാത്ര തിരിച്ചവരാണ് നമ്മളിൽ പലരും. സഹോദരങ്ങളെ, ഈ ഒരു സമ്മേളനം ധാരാളമായി അഭിപ്രായ ഭിന്നതകളും തെറ്റിദ്ധാരണകളുമുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പ്രസംഗം നിങ്ങൾ കേൾക്കണം. എന്തിനു വേണ്ടിയാ? നിങ്ങൾക്ക് വേണ്ടിയാണ്, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ്. കേട്ടു നോക്കൂ. ഇവിടെ ഒരുക്കിയ കസേരകളിൽ ഒഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്നിരിക്കാം. ആഗ്രഹിച്ചാൽ കേട്ട് നന്ദി എന്ന് തോന്നിയാൽ സ്വീകരിക്കാവുന്നതേ ഉള്ളൂ. അല്ല, നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ പുരോഗതിക്ക് ഭംഗം നിൽക്കുന്ന, ഇഹലോകത്തും പരലോകത്തും നമുക്ക് നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ നിങ്ങൾക്കിത് ഉപേക്ഷിക്കാം, ഒഴിവാക്കാം. മറിച്ച് അല്ല, ഇതൊക്കെ ശരിയാണ്, ഇതാണല്ലോ സത്യം എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ജീവിക്കാം. ഒരു പ്രസ്ഥാനത്തിന്റെയും മെമ്പർഷിപ്പ് എടുക്കുക എന്നതല്ല. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണം, മരണാനന്തര ജീവിതത്തിൽ രക്ഷപ്പെടണം. അതായിരിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും നിയ്യത്തും ഉദ്ദേശവും, അല്ലേ? ഇമാം ബുഖാരിയുടെ, മുസ്ലിമിന്റെ ഒക്കെ തുടക്കത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ മനോഹരമായ ഒരു ഹദീസ് ഉണ്ട്. അത് നമ്മുടെയൊക്കെ നിയ്യത്തിനെ കുറിച്ചാണ്. എന്തൊരു നിയ്യത്തായിരിക്കണം നമുക്കിവിടെ വരുമ്പോ? അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശിച്ചാണ് നമ്മൾ ഇവിടെ വരിക. അങ്ങനെ ആവണം. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ. തീർച്ചയായും ഏതൊരു പ്രവർത്തനവും സ്വീകരിക്കപ്പെടുക നല്ല നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് നിയ്യത്ത് ശരിയാകണം. പടച്ചവന്റെ വജൂഹ് ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കണം നമ്മളിവിടെ വരുന്നത്. മുജാഹിദ് പ്രസ്ഥാനം ഏറെ ജനമനസ്സുകളിൽ സ്വാധീനം ചെലുത്തുകയും അതോടൊപ്പം ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അടുത്തറിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ അറിയാൻ സന്നദ്ധരല്ല ആളുകൾ, ചെയ്യാറല്ല. തനിക്ക് വെറുപ്പുള്ളതിനോടൊക്കെ ഒരുതരം അകൽച്ച സൃഷ്ടിക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാര്യമാണ്. അമ്മാവൻ നല്ല അമ്മാവനാണ്, പക്ഷെ മനസ്സിലായിട്ടില്ല മരുവന്, അല്ലേ? അമ്മായി നല്ല അമ്മായിയാണ്, മുൻധാരണകളോടെ ആകുമ്പോ പ്രശ്നമാണ്. നല്ല ഭർത്താവിനെ തിരിച്ചറിയാത്ത ഭാര്യമാരില്ലേ? നല്ല ഭാര്യയെ തിരിച്ചറിയാത്ത ഭർത്താക്കന്മാരില്ലേ ലോകത്ത്? ഒരു വീട്ടിൽ തന്നെ ബാപ്പാന്റെ സ്നേഹം മകന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, മകന്റെ ഇഷ്ടം ബാപ്പാക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല, അല്ലേ? ഇന്ന് ഏറെക്കുറെ അങ്ങനെയൊക്കെയാണ്. അവിടെ അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടെങ്കിലും ഒരു പ്രസംഗം എന്ന നിലയിൽ മുസ്ലിങ്ങളിൽ ധാരാളം ആളുകൾ സിനിമ കാണുന്നില്ലേ? ഇല്ലേ? നല്ലതാന്ന് വിചാരിച്ചിട്ടാ? അല്ല, ഹറാമാണ്, നമുക്കൊക്കെ അറിയാം. എന്നിട്ടും 2.5 മണിക്കൂർ ഒരക്ഷരവും മിണ്ടാതെ നമ്മൾ കേൾക്കുന്നില്ലേ? ഇല്ലേ? അല്ലേ? എന്തിനാണ്? പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ 2.5 മണിക്കൂർ സിനിമ കാണുന്ന മുസ്ലിം ചെറുപ്പക്കാരെ? അതിൽ വല്ല ഖൈറും ഉണ്ടോ? ഷെറല്ലേ ഉള്ളൂ. എന്നിട്ട് കൂക്ക് വിളിക്കുന്നുണ്ടോ? ഇല്ല. സിനിമ കാണാതെ പോയാൽ കൂക്കും. എങ്ങനെ? ഇടക്ക് കറണ്ട് പോയാൽ ഒരു കൂവലുണ്ട്, അല്ലേ? മനുഷ്യൻ എങ്ങനെയാ? നേരെ മറിച്ച് നിങ്ങൾ ആലോചിച്ച്, ഒരു പ്രസംഗം നടക്കുക, ആയത്തുകളും ഹദീസുകളും ഉദ്ധരിക്കുക, അവിടെ കൂക്കാറുണ്ട് മുസ്ലിങ്ങൾ. എന്തിനാണാവോ? അറിയില്ല, അല്ലേ? എന്താ അതുകൊണ്ടൊക്കെ അവർക്ക് കിട്ടണ നേട്ടം? നമുക്കറിയില്ല. എന്തോ അങ്ങനെയാണ് മനുഷ്യർ. നമ്മൾ വിചാരിച്ച പോലെ എല്ലാരും ജീവിച്ച എല്ലാരും നന്നായി പോകും, നല്ലൊരു ലോകമാവും. അത് സംഭവിക്കുമോ? ഇബിലീസ് ലോകത്തുനിന്ന് ഇല്ലാതാകണം. ഇബിലീസ് ഉള്ള കാലത്തോളം തിന്മയുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരയച്ചത് കൊണ്ട് നന്മയുണ്ടാവും. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഹിദായത്ത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ നമ്മുടെ ഇടയില്? അള്ളാഹു എന്നെ ഹിദായത്തിലാക്കണം എന്ന് തന്നെയാണ് മുസ്ലിങ്ങളിലെ എല്ലാവരുടെയും ആഗ്രഹം, അല്ലെ? എന്നാ ഹിദായത്ത് വെറുതെ ഇങ്ങനെ കിട്ടുമോ? വീട്ടിലിരുന്നാൽ അല്ലെങ്കിൽ തോന്നിയാസൊക്കെ ചെയ്തിങ്ങനെ ജീവിച്ചാൽ അള്ളാഹ് ഹിദായത്ത് തരും എന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ അള്ളാഹ് പറഞ്ഞത്? വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ വല്ലദീന ജാഹദൂ ഫീനാ. ആരാ നമ്മുടെ മാർഗത്ത് പരിശ്രമിക്കുന്നത്? അതായത് ഹിദായത്ത് അന്വേഷിക്കണം, ആഗ്രഹിക്കണം, പോയി ഇരുന്നു കൊടുക്കണം, പഠിക്കാൻ തയ്യാറാകണം, കേൾക്കാൻ തയ്യാറാകണം. അപ്പോഴോ? അപ്പൊ അള്ളാഹു വ്യത്യസ്ത മാർഗങ്ങളിലൂടെ
ഹിദായത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ. എവിടെ? ഖുർആനിലെ 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്ത് 69-ാമത്തെ വചനം. ആ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വചനം. ആ വചനത്തിൽ അല്ലാഹു പറയാ എന്ത്? വല്ലദീന ജാഹദു ഫീനാ ലനഹ്ദിയന്നഹും സുബ്ലനാ. നമ്മുടെ മാർഗത്തിൽ നിങ്ങൾ പരിശ്രമിച്ചോളി, എന്നാ നിങ്ങൾക്ക് ഹിദായത്ത് തരും. പരിശ്രമിക്കാതെ വെറുതെ കച്ചറ കളിച്ച് ഇങ്ങനെ കൂക്കും വിളിച്ച് ബേളുണ്ടാക്കി സ്റ്റേജൊക്കെ കയ്യേറി അങ്ങനെ ജീവിച്ച അല്ലാഹ് ഹിദായത്ത് തരുമോ? ഇല്ലല്ലോ. അല്ലാഹ് എന്നെ പറയണെന്ത്? വബശ്ശിർ ഇബാദ്, എന്റെ അടിമകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുക റസൂലേ. അപ്പൊ നമ്മൾ അതിൽ പെടണം. അല്ലാഹ് പറഞ്ഞ പാർട്ടിയില് നമ്മൾ വരണം. എന്നിട്ടോ അല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു ഉലൈക അല്ലദീന ഹദാഹുമുല്ലാഹ് ഉലൈക ഹും ഉലുൽ അൽബാബ്. ഖുർആനിലെ 39-ാം അധ്യായം 17-18 വചനങ്ങളാണ്. വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കുക. കണ്ടോ? എഴുന്നേറ്റ് വെറുതെ ഇങ്ങനെ നടക്കുക, വർത്താനം പറയുക, എന്തെങ്കിലുമൊക്കെ കച്ചറുണ്ടാക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുക. അങ്ങനെയുള്ളവർക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കുന്നു പറഞ്ഞോ? ഇല്ല. അല്ലാഹ് പറയുന്നെന്താ? ചങ്ങാതി ബഷീറേ, മുഹമ്മദേ, അബ്ദുൽ ഖാദിറേ, ശ്രദ്ധിച്ചിരുന്ന് കേൾക്ക്. ഇരുന്ന് കേട്ടിട്ട് ഏറ്റവും നല്ലതിനെ നീ പിൻപറ്റിക്കോ. ഉണ്ടോ? കേട്ടിട്ട് നിനക്ക് എല്ലാം പറ്റില്ല, വേണ്ട, പിൻപറ്റണ്ട. നല്ലതല്ലേ, നീ ഉപേക്ഷിച്ചോ. ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഉണ്ടോ? ഖുർആനിലെ 18-ാം അധ്യായം സൂറത്ത് ഖാഫ് 29-ാമത്തെ വചനമാണ്. എന്താ അവിടെ പറയുന്നത്? ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലാത്തവർക്കോ അവിശ്വസിക്കാം. വിരോധമില്ല. പക്ഷേ അല്ലാഹുവിലേക്ക് നിങ്ങൾ മടങ്ങിച്ചെല്ലും. അതാണ്. അപ്പൊ കാര്യം വളരെ വ്യക്തമാണ്. ശ്രദ്ധിച്ചു കേട്ടാലോ? എന്നിട്ട് അല്ലാഹ് പറയാ, ശ്രദ്ധിച്ചു കേട്ട് ആര് പറയുന്നു എന്നുള്ളതല്ല, എന്തു പറയുന്നു. എന്നിട്ട് അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റിയാലോ? ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ്. കണ്ടോ? അവർക്ക് അല്ലാഹ് ഹിദായത്ത് കൊടുക്കും. ഉലൈകഹും ഉലുൽ അൽബാബ്. അവരാണ് ബുദ്ധിയുള്ളവർ. ആരാ ബുദ്ധിയുള്ളവർ? കൂക്കുന്നവരല്ല, ബഹളമുണ്ടാക്കുന്നവരല്ല, കച്ചറ കളിക്കുന്നവരല്ല, ഒരു പ്രസംഗത്തെ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കുന്നവരല്ല. പിന്നെയോ പ്രസംഗം A to Z, ഉസ്താദിന്റെ ഉപദേശം A to Z. അതുകൊണ്ടാണല്ലോ മുജാഹിദ് പ്രസ്ഥാനം വേറൊരു പ്രസ്ഥാനത്തിന്റെ സ്റ്റേജ് കയ്യേറാറില്ല, കൂക്ക് വിളിക്കാറില്ല, ബഹളം ഉണ്ടാക്കാറില്ല. അതിന്റെ അർത്ഥം ഞങ്ങൾക്കത് അത് കഴിയാത്തത് കൊണ്ടല്ല, പാടില്ലാത്തത് കൊണ്ടാണ്, അള്ളാഹു വിലക്കിയത് കൊണ്ടാണ്. അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ അബൂജഹലിനെയും അബൂലഹബിനെയും വലീദ് ഇബ്നു മുഗീറയെയും സുഹൈൽ ഇബ്നു അംറിനെയും കൂക്കിയിട്ടുണ്ടോ? ഇല്ല. അവരൊക്കെ നല്ല പ്രാസംഗികരായിരുന്നു. മറുഭാഗത്ത് ശത്രു സൈന്യത്തിൽ അവരുടെ പ്രസംഗം നടക്കുന്നിടത്ത് റസൂൽ ബഹളുണ്ടാക്കിയോ? കൂക്കിയോ? ഇല്ല. മറിച്ച് റസൂൽ പ്രസംഗിക്കുന്നിടത്ത് അവർ കൂവി, ബഹളുണ്ടാക്കി, കച്ചറുണ്ടാക്കി, സ്റ്റേജ് കയ്യേറി, കുഴപ്പമുണ്ടാക്കി. അപ്പൊ ആ മാതൃക ആരുടേതാണ്? അത് അബൂജഹലിന്റെ കൂട്ടരുടേതാണ്. അത് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിലെ ഒരു മെമ്പർക്കും ഉണ്ടാകാൻ പാടില്ല. ഇല്ല. നമ്മൾ ആലോചിക്കണം. നോക്കൂ, വഖാലല്ലദീന കഫറു ലാ തസ്മഉ ലിഹാദൽ ഖുർആൻ. ഖുർആനിലെ 41-ാം അധ്യായം 26-ാമത്തെ വചനം സൂറത്ത് ഫുസ്സിലത്ത് ഹാമീൻ സജദ അതിലെ 26-ാമത്തെ വചനം എന്താ? വഖാലല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ പറഞ്ഞു, ഖുർആൻ ഓതുന്നിടത്ത് കൂക്കിക്കൊളീന്ന്, എന്നാലേ നിങ്ങൾക്ക് ജയിക്കാൻ കഴിയൂന്ന്. കാരണം എന്താ? ഖുർആൻ എങ്ങാനും ജനങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ജനങ്ങൾ നന്നാവും, പിന്നെ നിങ്ങളെ കാര്യം പോക്കാ, അതുകൊണ്ട് കൂക്കിക്കൊളി. അപ്പൊ നമ്മൾ ഒന്ന് ആലോചിക്കണെന്ത്? 14 നൂറ്റാണ്ട് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഖാലല്ലദീന കഫറു, സത്യനിഷേധികൾ പറഞ്ഞു ഖുർആൻ ഓതുന്നിടത്ത് കൂക്കിക്കൊളീന്ന്. അപ്പൊ കേരളത്തിലെ ഖുർആൻ ഓതി പ്രസംഗിക്കുന്ന ഒരു പ്രസംഗം കൂക്കിക്കൊളാക്കുക എന്ന് പറഞ്ഞാൽ അതാരുടെ സ്വഭാവ? കാഫിറിന്റെ സ്വഭാവമാണ്. അതാർക്കുണ്ടാകാൻ പാടില്ല? മുജാഹിദിന് ഉണ്ടാകാൻ പാടില്ല, സമസ്തക്കാരന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്താലോ? ചെയ്താ അല്ലാഹ് പറയാ ഓൻ കാഫിറാണ്. ആയത്ത് ഓതുന്നിടത്ത് കൂക്കിയ ഓൻ കാഫിറാണ്, ഓൻ കുഫറിലാണ്. അതുകൊണ്ട് ആ സ്വഭാവം അബൂജഹലിന്റെയും കൂട്ടരുടെയും സ്വഭാവമായിരുന്നു, റസൂലുള്ളാഹിന്റെ സ്വഭാവമല്ല. മുഅ്മിനുകളുടെ സ്വഭാവം എന്താ? ഖുർആൻ ഓതുന്നത് കേട്ടാൽ വളരെ മൗനമായത് കേൾക്കുക. കാരണം അള്ളാന്റെ കലാമാണ്. ഓതുന്നത് മുജാഹിദാണെങ്കിലും കലാം അള്ളാഹുവിന്റേതാണ്. ആ അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കുക എന്നുള്ളതിനാ പുണ്യം, ബഹളുണ്ടാക്കുക എന്നുള്ളതിനല്ല പുണ്യം. ബഹളുണ്ടാക്കിയ ഉറപ്പായിട്ടും പഠിച്ചോനെ മുജാഹിദുകൾ ഖുർആൻ ഓതിക്കൊണ്ട് കൂക്കി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടൂല. സമസ്തക്കാര് ഖുർആൻ ഓതിയപ്പോ ഞങ്ങൾ കൂക്കി എന്ന് മുജാഹിദുകൾ പറഞ്ഞാലും രക്ഷപ്പെടൂല. കാരണം ഖുർആനാണ്, അത് ഓതുന്നിടത്ത് കൂക്കരുത്, ബഹളം ഉണ്ടാക്കരുത്. ഇഷ്ടല്ലേ? മെല്ലെ വീട്ടിൽ പോവുക, എന്നിട്ട് അവിടെ പോയിരുന്നോ. ഇങ്ങനെ ഒരാമുഖം നമ്മൾ മനസ്സിലാക്കണം.
ശരി, ഇനി നമുക്ക് ചില കാര്യങ്ങൾ വളരെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്റെ പ്രസംഗത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് മനസ്സിലാകാത്തതുണ്ടെങ്കിൽ ഒരു വെള്ളക്കടലാസ് എഴുതിയിട്ട് ബാലുശ്ശേരി ആ പറഞ്ഞത് മനസ്സിലായില്ല, ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. ദാറ്റ്സ് ഓൾ. അങ്ങനെ അപ്പൊ നമുക്ക് വളരെ ക്ലിയർ ആണ്, റൂട്ട് വളരെ ക്ലിയർ. ആവശ്യമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിലോ തള്ളിക്കളയാം. പക്ഷേ ഇത് നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതം പരാജയപ്പെടും എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ കേൾക്കുക, ചിന്തിക്കുക, വീട്ടിൽ പോയിരുന്നിട്ട് ആലോചിക്കുക. ആരോടും പറയണ്ട. മുജാഹിദുകൾ പറഞ്ഞ് സത്യാന്ന് ആരോടും പറയണ്ട. ജയിനനുസരിച്ച് ജീവിച്ചാ മതി, എന്റെ വീട്ടിലും നാട്ടിലും ഒക്കെ. അത്രേ ആവശ്യമുള്ളൂ. പിന്നെ തുറന്ന് പ്രഖ്യാപിച്ചു പോന്നാൽ അതിൻ്റെതായ ഒരു ഗുണവും പുണ്യവും ഏറ്റവും ത്യാഗം അനുഭവിക്കുന്നതിനനുസരിച്ച് സ്വർഗത്തിലെ ഉന്നത സ്ഥാനവും കിട്ടും. കൂടുതൽ ത്യാഗം അനുഭവിക്കാൻ ഇഷ്ടപ്പെടാത്തവർക്കോ അവർക്ക് കുറഞ്ഞ പുണ്യം ഉണ്ടാവും, സ്വർഗത്ത് പോകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് കാലമായി നമ്മളൊക്കെ ജീവിക്കും അല്ലെ? ഈ ജീവിതം അർത്ഥപൂർണമാണ് എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടോ? യുവാക്കൾ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട് അല്ലെ? ജന്തുലോകത്ത് നിന്ന് വിഭിന്നമായി ഞാനൊരു വല്ലാത്ത സൃഷ്ടിയാകുന്നു എന്ന ബോധം നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? ഒരു ജന്തുവിന്റെ ഉപകാരം പോലും പലപ്പോഴും മനുഷ്യനിൽ നിന്നുണ്ടാകാത്തൊരു സാഹചര്യം ഇപ്പൊ ഉണ്ടല്ലോ. നോക്ക്, രാവിലെ ആലയിൽ ചെന്ന് പശുവിനെ കറന്ന 8 ലിറ്റർ 10 ലിറ്റർ 14 ലിറ്റർ 32 ലിറ്റർ വരെ പാല് ചുരത്തുന്ന പശുക്കളുണ്ട് അല്ലേ? ഉപകാരമാണ്, നല്ലൊരു സംഖ്യയാണ് രാവിലെ. വൈകുന്നേരവും അത് തന്നെ. വൈകുന്നേരം അത്ര തന്നെ ലിറ്റർ ഇല്ലെങ്കിലും അതിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ലിറ്റർ പാല് പശു ചുരത്തുകയാണ്. മനുഷ്യനോ കള്ളു കുടിച്ച് രാത്രി വന്ന് ബേളുണ്ടാക്കി ബെഡ് കയറി കിടന്ന് രാവിലെ ആവുമ്പോഴേക്ക് മൂത്രമൊഴിച്ച് ശല്യപ്പെടുത്തി. പൈസയില്ല, വൃത്തികേടും തോന്നിയ സോനെ കൊണ്ടൊരു ഉപകാരവും ഇല്ല അല്ലെ? നോക്കൂ, ഒരു ഉമ്മ പറയാ, ബലാലെ, ഒരു ഉമ്മ പറയാണ് ദേഷ്യം പിടിച്ചിട്ട് മകനോട്, എടാ ബലാലെ, അന്നെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല, അന്റെ സ്ഥാനത്ത് 18ാം പട്ട തെങ്ങ് കുഴിച്ചിട്ടിരുന്നെങ്കിൽ എന്തൊരു ലാഭം ഉണ്ടായിരുന്നു എന്ന് ഒരു ഉമ്മക്ക് പറയേണ്ടി വരുന്ന വിധം മകൻ മോശമാകുന്ന കാലം അല്ലേ? മുസ്ലിങ്ങളെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കുറ്റകൃത്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഏത് മുസ്ലിമിലെ? നമ്മൾ മുസ്ലിം സംഘടനകളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കള്ളുടിക്കുന്നത് പൊന്നാനിയാണ്, പിന്നെ തിരൂരാണ്. നിങ്ങളെ നാട്ടില് എന്തേ അങ്ങനെ? മുസ്ലിങ്ങളാണ് അവിടെ ഏറ്റവും കൂടുതൽ ഉള്ളത് അല്ലേ? എന്തേ പ്രശ്നം? എന്തോ ഒരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം പരിഹരിക്കപ്പെടണം അല്ലേ? സുന്നി മുജാഹിദും ജമാഅത്തും പറയുന്നല്ല ഞാൻ, സച്ചാൽ ദീൻ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്ത പോലെ അവതരിപ്പിക്കുകയാണ്. പടച്ചോ അനുഗ്രഹിക്കട്ടെ, എന്നെ അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. സുഹൃത്തുക്കളെ, ഇവിടെ ഒന്ന് ആലോചിക്കണം, നമ്മൾ മരിച്ചു പോകില്ലേ? ബാപ്പാനോടും ഉമ്മാനോടും ഒക്കെ ഇവിടെ പറയില്ലേ? ഉണ്ട്. ആക്സിഡന്റ് പറ്റി മരിച്ചിട്ട് എടുക്കാനും തൊടാനും ഇല്ലാത്ത മോന്റെ മയ്യത്ത് നിറഞ്ഞ കണ്ണുകളോടെ ബാപ്പാക്ക് സ്വീകരിക്കേണ്ടി വരില്ലേ? വരും. ബാപ്പാന്റെ മയ്യത്ത് ഗൾഫിൽ നിന്ന് മരിച്ചിട്ട് കാണാൻ പോലും പറ്റാതെ ഏതോ ഒരു ശ്മശാനത്തില് ബാപ്പാന്റെ കബറടക്കിയ വിവരം ഇവിടെ കേട്ട് തൂണ് ചാരി നിന്ന് മൂത്ത മകൻ കരഞ്ഞിട്ടില്ലേ? ഉണ്ട്. അങ്ങനെയൊക്കെ ഒരു വിധി നമുക്കൊക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവാം അല്ലേ? അള്ളാഹ് നിശ്ചയിച്ചിട്ടുണ്ടേ അതൊക്കെ ഉണ്ടാവും. ഏതായാലും എവിടെ വെച്ച് മരിക്കുന്നു എന്നുള്ളതാണോ പ്രശ്നം? എങ്ങനെ മരിക്കുന്നു എന്നതാണോ പ്രശ്നം? അല്ല. മുസ്ലിം ആയിട്ടാണോ മരിക്കുന്നത് അല്ലേ എന്നേ നമ്മൾ ആലോചിക്കേണ്ടേ ഉള്ളൂ. ആക്സിഡന്റ് പറ്റിയ അത് ഷഹീദിന്റെ കൂലി കിട്ടാം, പുണ്യം കിട്ടാം. പക്ഷേ മുസ്ലിം അല്ലാതെ കള്ളും കുടിച്ചു വണ്ടി ഓടിച്ച് ഹറാമായിട്ടാ മരിക്കണമെങ്കിലോ അപകടമല്ലേ, കുഴപ്പമല്ലേ? അതുകൊണ്ട് മുസ്ലിമായിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കൂ, മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അല്ലാഹു സുബ്ഹാനഹു വ തആല രാജാധികാരത്തിൽ നിന്ന് നൽകി അദ്ദേഹത്തിന്. അതെ, ആ രാജകൊട്ടാരം ഭരിക്കുന്ന രാജാവ് പോലും അദ്ദേഹത്തെക്കാൾ കേമനായി യൂസുഫ് നബി അലൈഹിസ്സലാമിനെ വായിച്ചു, സ്ഥാനമാനങ്ങൾ നൽകി ആദരിച്ചു. യൂസുഫ് നബിയുടെ വാക്ക് അവരുടെ കൂട്ടത്തിലെ അന്തിമ വാക്കായി തീർന്നു. അത്ര മഹോന്നതമായ സ്ഥാനം. സ്വപ്ന വ്യാഖ്യാനങ്ങളുടെ അഗാധതകളിലേക്ക് യൂസുഫ് നബി അള്ളാഹു കൈപിടിച്ചുയർത്തി അല്ലേ? ആലോചിച്ചേ, ചിന്തിച്ചേ. യൂസുഫ് നബി പറയാൻ, പടച്ചോനെ നീ എനിക്ക് സ്വപ്ന വ്യാഖ്യാനം നൽകി, പിന്നെയോ നീ എനിക്ക് രാജാധികാരത്തിൽ നിന്ന് നൽകി. ഇതൊന്നും എനിക്ക് പ്രധാനമല്ല റബ്ബേ, ഇതൊന്നും എനിക്ക് പ്രധാനമല്ല. ഇതൊന്നും ഇപ്പം വലിയൊരു കാര്യമൊന്നല്ല ദുനിയാവില്. ആണോ? ഇതൊന്നും ഒരു ദുനിയാവില്. അതുകൊണ്ടാണ് കവി എന്ത് പറഞ്ഞത്? ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ.
ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്ന പോൽ കാലാഹിന പരിഗ്രസ്തമാം ലോകം ആലോല ചേതസാ ഭോഗങ്ങൾ തേടുന്നു. നോക്കൂ എന്താ അതിന്റെ അർത്ഥം തന്നെ എന്താണെന്നറിയോ? നോക്കൂ എത്ര മനോഹരമാണ്. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായി സുമോർക്ക നീ. രാജകൊട്ടാരം, AC കാറ്, സുഖലോലുപത, കോടി, ഓഫീസ്, ഇതൊക്കെ എന്താ അറ്റാക്ക് വന്നാ കഴിഞ്ഞു. എടാ നീ അറിഞ്ഞോ, ഇന്നയിടത്തെന്ന മുതലാളി ഓഫീസിൽ ഇരുന്നിട്ട് സൈലന്റ് അറ്റാക്കായി മരിച്ചടാ 10 മിനിറ്റ് മുമ്പ്. കോടികളുടെ ആസ്തി. അയാളെ ഓഫീസിന്റെ മുന്നില് 40 ലക്ഷത്തിന്റെ കാറ് നിർത്തിയിട്ടിട്ടുണ്ട് അല്ലേ? എന്നിട്ട് മനുഷ്യനെ 250 തുണീന്റെ കോട്ടലിൽ പൊതിഞ്ഞിട്ടാണ് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലേ? ഈ ഒരവസ്ഥ എല്ലാവർക്കും ഉണ്ട് അല്ലേ? വേഗേന നഷ്ടമായി സുമോർക്ക നീ. ഒരു ക്ഷണപ്രഭ വേഗത്തിൽ നിന്റെ ആയുസ്. ഇങ്ങനെ ആ കടയിൽ ഇങ്ങനെ ഇരുന്നപ്പോ ബഷീർ ഖാന്റെ കാർ ഇങ്ങനെ പോയി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോ പോണ്, എടാ ബഷീർ ഖാക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി, മരിച്ചു എന്നാ തോന്നുന്നത്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ അല്ലേ? അപ്പോ ഈ രാജാധികാരം, സിംഹാസനം എന്നൊക്കെ പറയുന്നത് എന്താ? അതൊക്കെ എളുപ്പത്തിൽ നശിച്ചു പോകുന്നതാണ്. കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറ സബീൽ. The traveler learns that about the road wind up hill all the way from beginning to end. അതാണ് യാത്രയുടെ അന്തിമഘട്ടത്തിലെ ഒരു കട്ടിലില്ലേ, ഒരു പാതേയം. അത് കിട്ടല ജീവിതത്തിന്റെ എല്ലാവിധ തൗഫീക്കും. പരലോകത്ത് അലല്ലറായികി മുത്തഖിയൂൻ, അലങ്കൃതമായ അലല്ലറായികി യൻദുറൂൻ, അലങ്കൃതമായ കട്ടിലുകളിലിരുന്ന് നോക്കാനുള്ള സൗഭാഗ്യം ഉണ്ടാകുക അല്ലെ? അതാണ് സൗഭാഗ്യം. അതുകൊണ്ട് കുൻ ഫിദ്ദുന്യാ കഅന്നക ഗരീബുൻ ഔ ആബിറ സബീൽ. ഈ ദുനിയാവിൽ ഒരു വഴിയാത്രക്കാരനെ പോലെ, ഒരു അപരിചിതനെ പോലെ ഞാൻ ഈ വർക്കൊക്കെ അവസാനിപ്പിച്ച് ഇവിടുന്ന് യാത്ര പോകും. മക്കളെ, ഈ വീട് വിട്ട് വാപ്പ യാത്ര പോകും. ലോകം കടന്നു പോകുന്നത് അമ്പിയാക്കന്മാരുടെ പാദങ്ങളും സംസ്കാരങ്ങളും ഉറങ്ങുന്ന മക്കയുടെ മണ്ണിൽ അല്ലേ? തീർച്ചയായും അവിടെ നമ്മൾ ചരിത്രം ഇങ്ങനെ ഓർക്കുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോക മനുഷ്യർക്ക് മാർഗദർശനമായ കേന്ദ്രം, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധവും നിർമ്മലവുമായ ഭവനം, അത് പരിശുദ്ധ കഅബാലയം എന്ന് 3-ാം അധ്യായം 96 പറയുന്ന കഅബത്തിങ്കലേക്ക് ലോക മുസ്ലിമീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു മുഹൂർത്തത്തിലാണ് അവരെ നമ്മൾ വിളിക്കുന്നു. ഹറമിലെ വിശേഷങ്ങൾ അറിയുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി പോലും അള്ളാഹിനോട് ദ്വാരുന്നത് എന്താ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. കണ്ടോ? നോക്കണേ, അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അമ്പിയാക്കന്മാരുടെ പാദങ്ങളും സംസ്കാരങ്ങളും ഉറങ്ങുന്ന മക്കയുടെ മണ്ണിൽ അല്ലേ? തീർച്ചയായും അവിടെ നമ്മൾ ചരിത്രം ഇങ്ങനെ ഓർക്കുകയാണ്. ഇന്ന അവ്വല ബൈത്തിൻ വുളിയ ലിന്നാസ് ലല്ലദീ ബിബക്കത മുബാറകൻ വഹുദൽ ലിൽ ആലമീൻ. ലോക മനുഷ്യർക്ക് മാർഗദർശനമായ കേന്ദ്രം, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ ലോകത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട പരിശുദ്ധവും നിർമ്മലവുമായ ഭവനം, അത് പരിശുദ്ധ കഅബാലയം എന്ന് 3-ാം അധ്യായം 96 പറയുന്ന കഅബത്തിങ്കലേക്ക് ലോക മുസ്ലിമീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന, നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരു മുഹൂർത്തത്തിലാണ് അവരെ നമ്മൾ വിളിക്കുന്നു. ഹറമിലെ വിശേഷങ്ങൾ അറിയുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഇബ്രാഹിം നബി പോലും അള്ളാഹിനോട് ദ്വാരുന്നത് എന്താ? റബ്ബനാ വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക വഅരിനാ മനാസികനാ വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. കണ്ടോ? നോക്കണേ, അള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്. റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, വജഅൽനാ മുസ്ലിമൈനി ലക വമിൻ ദുർരിയത്തിനാ ഉമ്മതൻ മുസ്ലിമതൻ ലക. പടച്ചോനെ, നിനക്ക് കീയൊതുങ്ങിയ മുസ്ലിങ്ങളാക്കണേ. എന്നെ മാത്രം പോരെ റബ്ബേ, എന്റെ കുടുംബത്തെ, എന്റെ മക്കളെ അല്ലെ, എന്റെ മക്കളെ എല്ലാരും നിനക്ക്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ബാപ്പാരുണ്ടോ നമുക്ക്? നമ്മളെ മക്കളൊക്കെ കേടിരുന്നതിന്റെ ഒരു കാരണം എന്താ അറിയോ? മക്കളെ കുറിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന രക്ഷിതാക്കൾ കുറവാണ്. ഇത് എപ്പോഴെങ്കിലും ഒരാപത്ത് വരുമ്പോ പ്രാർത്ഥിച്ചില്ല എന്നല്ലോ പറഞ്ഞത്. എന്നും 5 നേരവും അല്ലെ? വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? റബ്ബി ഔസീനി അൻ നശ്കുറ നിഅമതക അല്ലതി അൻഅംതു അലയ്യ. അല്ലെ?
വളരെ വ്യക്തമാണ്. ഖുർആനിലെ 46-ാം അധ്യായം അല്ലെ, ആ അധ്യായത്തിലെ 15 മുതൽ 17 വരെയുള്ള വചനം ഒന്ന് വായിച്ചു നോക്കിയേ. പടച്ചോനെ, എനിക്ക് പ്രചോദനം നൽകണേ റബ്ബേ, എന്റെ മക്കളെ മുസ്ലിമാക്കി കീയൊതുങ്ങിയവരാക്കി, എന്റെ മാതാപിതാക്കൾ എന്നോട് ചെയ്ത സേവനത്തിന് നന്ദിയൊക്കെ കാണിക്കുന്ന ആളാക്കി നീ എനിക്ക് പ്രചോദനം നൽകണേ റബ്ബി ഔസീനി. ഇങ്ങനെ സമ്പൂർണ്ണ മുസ്ലിമാകാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പ്രവാചകന്മാരൊക്കെ ജീവിച്ചത്. ഇബ്രാഹിം നബി 2-ാം അധ്യായം 126, 27, 28, 29 വചനങ്ങൾ വായിച്ചു നോക്ക്. അതെ, ഖുർആനിലെ 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിം 35, 36 വചനങ്ങൾ. ഇതിലെല്ലാം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ചോനെ, എന്നെയും എന്റെ മക്കളെയും നിനക്ക് കീയൊതുങ്ങിയവരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയും അമ്പിയാക്കളുടെ പ്രാർത്ഥനയും അതായി. റബ്ബി ഔസീനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ എന്ന് വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥിച്ച അതാണ്. പടച്ചവനെ, നീ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നീ എനിക്ക് പ്രചോദനം നൽകണേ. അപ്പോ മുസ്ലിങ്ങളായി മരിച്ച്, എന്നാൽ ഇതോടൊപ്പം നമ്മൾ ഖുർആനിലെ ഒരു വചനവും കൂടെ മനസ്സിലാക്കണം. ഖുർആനിലെ 49-ാം അധ്യായം സൂറത്ത് ഹുജറാത്ത് 14-ാമത്തെ വചനം. അതെന്താ? മുസ്ലിം ആകാൻ നമുക്കിന്ന് എളുപ്പമാണ്, പക്ഷേ മുഅ്മിനാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അവിടെയാണ് വിശുദ്ധ ഖുർആനിലൂടെ ആ വിഷയം അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നു. അത് വിശുദ്ധ ഖുർആൻ പറയും, കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖുലു. നോക്കൂ, വിശുദ്ധ ഖുർആൻ പറയാം, കാലത്തിൽ അറാബു ആമന്ന കുല്ലം തുഅ്മിനു വലാകിൻ ഖുലു അസ്ലംന വലമ്മാ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. അറാബികളായ ആളുകൾ വന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങൾ മുഅ്മിനുകളായിട്ടുണ്ട്. അപ്പൊ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, നബിയെ, അറാബികൾ മുഅ്മിനായി എന്ന് പറയുന്നുണ്ടല്ലോ, മുഅ്മിനായിട്ടില്ല, മുസ്ലിമായി എന്ന് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അള്ളാഹുവിന് കീയൊതുങ്ങിയവരാണ് എന്ന് വേണമെങ്കിൽ അവർ പറഞ്ഞോട്ടെ, പക്ഷേ ഈമാനുള്ളവരാണെന്ന് അവർ പറയരുത്. കാരണം അവരുടെ ഹൃദയത്തിൽ ഈമാൻ കടന്നിട്ടില്ല. അപ്പൊ ഹൃദയത്തിലേക്ക് രൂഢമൂലമാകേണ്ട, ആഴത്തിലിറങ്ങേണ്ട ഈമാനാണ് വളരെ പ്രധാനമായ കാര്യം. വല്ലദീന ആമനൂ വലം യൽബിസൂ ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംൻ വഹും മുഹ്തദൂൻ. വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവർക്ക് നിർഭയത്വമുണ്ട്, അവർ ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അല്ലാഹുവിന്റെ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നു. ആ ആയത്ത് ഒരു പ്രധാനമായ കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശ്വസിച്ചതിന് ശേഷം ദുൽമ കലരാം, ശിർക്ക് വരാം. ഇന്ന ശിർക ലദുൽമുൻ അലീം. ഏറ്റവും വലിയ ദുൽമ, ഏറ്റവും വലിയ അക്രമം അത് ശിർക്കാകുന്നു എന്ന് റസൂലുള്ളാഹി വിശദീകരിക്കുകയാണ്. 31-ാം അധ്യായം 13-ാമത്തെ വചനം, 6-ാം അധ്യായം 82-ാമത്തെ വചനം. അപ്പൊ വിശ്വസിക്കുകയും വിശ്വാസത്തിൽ ദുൽമ കലർത്താതിരിക്കുകയും ചെയ്തവരാരോ അവരാണ് ഹിദായത്തിലായവർ. അവർക്ക് ഭയപ്പെടേണ്ട. ഇഹലോകത്തും അവർക്ക് ഭയമില്ല, പരലോകത്തും അവർക്ക് ഭയമില്ല. റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും അവർക്ക് ഭയമില്ല, വിചാരണ നേരിടുമ്പോഴും അവർക്ക് ഭയപ്പാടില്ല. സ്വർഗമുണ്ട് എന്ന സന്തോഷമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് സഹോദരാ, മുസ്ലിമാകണം, മുഅ്മിനാകണം. എന്തുണ്ട് വഴി? ആ വഴിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് അല്പം സംസാരിക്കുന്നത്. ഒന്നാമതായി അല്ലാഹുവിനെ അറിയണം, 2 റസൂലിനെ അറിയണം, 3 പരലോകം അറിയണം. ജീവിതത്തിന്റെ വ്യത്യസ്തങ്ങളായ മേഖലകളെ അവധാനതയോടെ തൊട്ടറിയണം. അതിന് ഒന്നാമതായി ഞാൻ ആരാണ് എന്ന തിരിച്ചറിവുണ്ടാകണം. എന്റെ ജീവിതം എന്താണ് എന്ന തിരിച്ചറിവുണ്ടാകണം. ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. വിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞു തരുന്നു. 18-ാം അധ്യായം 7-ാമത്തെ വചനം, ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനത്തൻ ലഹാ. ഈ ഭൂമിയെ അലങ്കാരമുള്ളതാക്കിയത്. എന്തൊരു ഹരിതാപമാണ് ഈ ഭൂമി, എന്തൊരു സൗന്ദര്യമാണ് ഇവിടുത്തെ പൂങ്കാവനം, എന്തൊരു സുന്ദരമാണ് ഹരിതാപമായ ഈ ഭൂമി. ആ ഭൂമി ഇങ്ങനെ സംവിധാനിച്ചു വെച്ചത് ലിനബ്ലുവഹും, നിങ്ങളെ പരീക്ഷിക്കാനാണ്. ഇതൊന്നും ശാശ്വതമല്ല, ഇതൊന്നും എന്നെന്നും നിലനിൽക്കുന്നതല്ല.
നിങ്ങൾക്കറിയാലോ, ദുബായിലെ ഷെയ്ഖിന്റെ സെക്രട്ടറിയായി ജീവിച്ച ഒരു മനുഷ്യൻ, നിങ്ങളുടെ നാട്ടിന്റെ അടുത്ത പ്രദേശത്തുകാരൻ മരിച്ചു പോയില്ലേ? എത്ര സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ടെന്താ, സ്ഥാനമാനങ്ങൾ ഉണ്ടായിട്ടെന്താ? ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞിട്ട് വല്ലതീലം തമുത് ഫീ മനാമിഹാ, ഈ ലോകത്തുനിന്ന് ഉറങ്ങുമ്പോ വിട പറയേണ്ടി വരും, യാത്ര പറയേണ്ടി വരും. ദൂർത്തടിക്കുമ്പോ യാത്ര പറയേണ്ടി വരും. റിയാ കാണിച്ചാൽ നഷ്ടമാണ്, കഷ്ടമാണ്. നോക്കൂ, വിശുദ്ധ ഖുർആൻ അതാ പറയുന്നത്, മനുഷ്യരെ അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മകാബിർ. നോക്ക്, നിങ്ങൾ പരസ്പരം പെരുമ കാണിക്കൽ മനുഷ്യരെ അശ്രദ്ധരാക്കിയിരിക്കുന്നു. ഏതുവരെ? ഖബറുകൾ സന്ദർശിക്കുന്നതുവരെ, ഖബറിലങ്ങെത്തുന്നതുവരെ. പൊട്ടാനി മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട. പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ട, പറവിന്നൂടെ ലിംബോമാനം പൊട്ട. സുജായി മൊയ്തുമൊഴി പറഞ്ഞതാ, പൊട്ടാനി മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാഷ്ടം ചുമന്നൊരു കൊട്ട. നീ ആരാ മനുഷ്യ? തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയത്തുള്ളിയായിരുന്നു. 200 കോടി ബീജഗണത്തിൽ നിന്ന് ലക്ഷണമൊത്തൊരു ബീജം അണ്ഡവുമായി കൂടിച്ചേർന്ന് സൈക്കോട്ടായി. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فقسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ഖുർആനിലെ 23-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വചനമാണ്. തെറിച്ചു വീഴുന്ന ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് രക്തപിണ്ഡമുണ്ടായി. ആ രക്തപിണ്ഡം മാംസപിണ്ഡമായി. ആ മാംസപിണ്ഡത്തെ അസ്ഥികൂടം കൊണ്ട് അനാവരണം ചെയ്ത്, ആ അസ്ഥിയ മാംസം കൊണ്ട് അനാവരണം ചെയ്തിട്ട് ഏറ്റവും നല്ല സിട്ടിയായി വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മ നിന്നെ ഒന്നും അറിയാത്തവനായിട്ട് ഇങ്ങ് പ്രസവിച്ചപ്പോ പൊട്ടാനി മുൻതുള്ളി പിഞ്ചോരക്കട്ട, പിന്നെ നീ കാട്ടം ചുമന്നൊരു കൊട്ട. പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ട, പറവിന്നൂടേലിൻ ബഹുമാനം പൊട്ട. ആ ഇന്ദ്രിയത്തുള്ളിയായ നീ പിന്നെ ആരാ? പിന്നെ നീ ഒരു കാഷ്ടം ചുമന്ന കൊട്ടയാ. ഞാനും നിങ്ങളും നല്ല ഡ്രസ്സ് ധരിച്ചിട്ടുണ്ട്, ഇൻസൈഡ് ചെയ്തിട്ടുണ്ട്, സുഗന്ധം പൂശിയിട്ടുണ്ട്, 2000-ന്റെ ഷൂ ധരിച്ചിട്ടുണ്ട്, 4000-ന്റെ ഷർട്ട് ധരിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ വയറിനുള്ളിൽ കാഷ്ടമാണ്. 4-5 തവണ ഒന്നിച്ച് ടോയ്ലറ്റിൽ പോയാൽ പിന്നെ കിതക്കാൻ തുടങ്ങി, പിന്നെ കൈപിടിക്കണം. അതുകൊണ്ടാണ് പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ട. നീ എങ്ങാനും മരിച്ചു പോയാൽ പിന്നെ ആരുടെയും പേര് ചോദിക്കുന്നില്ല. അബ്ദുറഹ്മാൻ ഖാന്റെ മയ്യത്തെടുത്തോ എന്ന് ചോദിക്കുന്നില്ല. മോനെ മയ്യത്തെടുത്തോ, മോളെ മയ്യത്തെടുത്തോ, ഒരു കോമൺ നെയ്മാണ്. എന്നിട്ടോ പെട്ടാലോ ചത്ത് ചകമല്ല പൊട്ട, പറവിന്നൂടേലിൻ ബഹുമാനം പൊട്ട. പിന്നെ നിന്റെ ശരീരത്തിന്റെ സൗന്ദര്യത്തെ പറ്റി പറഞ്ഞിട്ട് എന്താ മനുഷ്യ, നിന്റെ കവിൾത്തടമുണ്ടല്ലോ, നീ മിനുക്കി നടന്ന, താടി വെക്കാതെ, മീശ വെട്ടാതെ, ജൂത പാരമ്പര്യം സ്വീകരിച്ച് നീ ജീവിച്ചല്ലോ. ആ കാലയളവ് ഓർക്കുമ്പോ നിന്റെ കവിളിലൂടെ കറുത്ത വണ്ടിങ്ങനെ അരിച്ചിട്ട് നിന്നെ നശിപ്പിക്കുന്ന ഒരു സന്ദർഭം വരാനുണ്ട്. ഈ ഖബറിലേക്ക് പോകാനുണ്ട് എന്ന ഓർമ്മ നിനക്കുണ്ടാകണം. ഈ ഓർമ്മയില്ലാതെ ജീവിക്കുന്ന മുസ്ലിം ഉമ്മത്തെ, നിനക്കൊരു മരണമുണ്ട്. ഈ വസ്തുത നീ ഓർക്കണം. എന്നിട്ട് റബ്ബിന്റെ മുമ്പിൽ നീ ചെല്ലുന്നതാണ് വലഖദ് ജീതുമൂനാ ഫുറാദാ കമാ ഖലഖനാകും അവ്വല മറ. ഉമ്മ പ്രസവിച്ച അവസ്ഥയിൽ ഒറ്റക്കൊറ്റക്ക് റബ്ബിന്റെ കോടതിയിൽ നീ ചെന്നു നിൽക്കുമ്പോ നിനക്ക് വസ്ത്രമില്ല. ഇവിടുന്ന് നീ രാജകീയ വസ്ത്രം ധരിച്ചവനാണ്, ലിനന്റെ ഡ്രസ് ധരിച്ചവനാണ്, കദർ ധരിച്ചവനാണ്, റിവൈവ് മുക്കിയവനാണ്, കഞ്ഞിവെള്ളത്തിൽ മുക്കി ഡ്രസ് ധരിച്ചവനാണ്. പക്ഷേ റബ്ബിന്റെ കോടതിയിൽ നിനക്ക് ഉടുതുണിയില്ല, നിനക്ക് ചെരുപ്പില്ല, നീ ചേലാകർമ്മം ചെയ്യില്ല. അവിടെ നീ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദ്ന ലഹു റഹ്മാൻ
വഖാല സവാബാ. അന്ന് നീ മിണ്ടുകയില്ല. രാജാതിരാജനായ ലോകൈകനാഥനായ അളവറ്റ ദയാപരനായ മാലിക്കുൽ മുലൂക്കായ രാജാതിരാജന്റെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കി നീ നിൽക്കുമെന്ന് 6-ാം അധ്യായം 94-ലും അതുപോലെ 78-ാം അധ്യായം 20 മുതലുള്ള അവിടുന്ന് 30 മുതലുള്ള വചനത്തിലും രാജാതിരാജനായ റബ്ബ് പറയുമ്പോ അത് കേൾക്കാതെ അറിയാതെ ചിന്തിക്കാതെ മനസ്സിലാക്കാതെ ധിക്കാരിയായി നടന്നിട്ട് അങ്ങനെ മരിക്കുമ്പോ നീ പറഞ്ഞു പോകും, പടച്ചവനേ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ കരീബ് ഫഅസ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ. എന്നെ ഒന്ന് പിന്തിച്ചിടണേ റബ്ബേ, എന്നെ ഒന്ന് ഭൂമി ലോകത്തേക്ക് നീ ഒന്ന് മാറ്റിത്തരണേ റബ്ബേ. എന്റെ 30 കോടിയിൽ നിന്ന് ഞാൻ ദാനം ചെയ്തു കൊള്ളാം, ഞാൻ നിസ്കരിച്ചു കൊള്ളാം, എല്ലാം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് നീ റബ്ബിന്റെ കോടതിയിൽ മരണത്തിന് ആസന്നമാകുമ്പോ പടച്ചവനോട് നീ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യൗവനം ഒരു പാഴ്വേലയാകാതെ, ബാല്യം ഒരു പാഴ്വേലയാകാതെ, സമ്പത്ത് നശിപ്പിക്കാതെ റബ്ബിനെ ഓർത്തുകൊണ്ട് ഫദ്കുറൂനി അദ്കുറുകും വഷ്കുറൂലി വലാ തക്ഫുറൂൻ. നിങ്ങൾ അല്ലാഹനെ ഓർക്കണം, എങ്കിൽ അല്ലാഹ് നിങ്ങളെയും ഓർക്കും. ഇതെന്തൊരു ജീവിതമാണ്. അതുകൊണ്ട് നോക്കൂ, ലിജഅല്ലാ മാലൽ അർളി സീനത്തല്ലഹാ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമലാ. ഇതൊരു സൗഭാഗ്യം. ഇതിന്റെ അലങ്കാരം എന്തിനാ? ബഷീറേ, നിന്നെ പരീക്ഷിക്കാനാ. സുബൈറേ, നിന്നെ പരീക്ഷിക്കാനാ. അബൂബക്കറേ, നിന്നെ പരീക്ഷിക്കാനാ. അബ്ദുൽ ഖാദിറേ, നിന്നെ പരീക്ഷിക്കാനാ. സിദ്ദീഖേ, നിന്നെ പരീക്ഷിക്കാനാ എന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആനിലെ 67-ാം അധ്യായം സൂറത്ത് മുൽക്കിലൂടെ രാജാതിരാജനായ റബ്ബ് അതിന്റെ 2-ാമത്തെ വചനത്തിലൂടെ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിനക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നീ കോടീശ്വരനാണോ എന്നറിയാനല്ല, ഗായകനാണെന്നറിയാനല്ല, ലക്ഷപ്രഭുവാണെന്നറിയാനല്ല, ഏറ്റവും നല്ല കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, എന്റെ ജീവിതം നന്മ ചെയ്യാനാണ്, എന്റെ ജീവിതം തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാനാണ്. അതുകൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യില്ല, ബിദ്അത്ത് ചെയ്യില്ല, ഹറാമ് ചെയ്യില്ല, കള്ളു കുടിക്കില്ല, പലിശ വാങ്ങില്ല, കച്ചവടത്തിൽ തൂക്കത്തിലും അളവിലും കൃത്രിമം കാണിക്കുകയില്ല. കാരണം എനിക്ക് എന്റെ റബ്ബിനെ വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. ഖുർആനിലെ ഏറ്റവും അവസാനത്തെ വാക്ക് ജിബ്രീലിന്റെ വരവ്. ജിബ്രീലിനോട് അല്ലാഹ് പറയുന്നു, ജിബ്രീലേ, ഇനിയൊരു ഖുർആനിക വചനം ഞാൻ അവതരിപ്പിക്കുന്നില്ല, ഓതിക്കൊടുക്കണേ എന്റെ ഉമ്മത്തിനോട്, മനുഷ്യരോട് ഓതിക്കൊടുക്കണേ. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. നോക്കണേ നിങ്ങൾ, എന്താ അതിന്റെ അർത്ഥം? അവസാനത്തെ വചനം ഖുർആനിലെ ആദ്യത്തെ വചനം ഇഖ്റ ആണെങ്കിൽ അവസാനത്തെ വചനം വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസത്തെ നിങ്ങൾ ഓർക്കണേ. അവിടെയാണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ രേഖ ഹാജരാക്കുന്നത്, അവിടെയാ നിങ്ങൾക്കത് പൂരിപ്പിക്കുന്നത്. എന്തൊക്കെ നന്മ ചെയ്തുവോ, ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറാ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറാ. ആരണുമണി തൂക്കം നന്മ ചെയ്തുവോ അതവിടെയുണ്ട്, ആരണുമണി തൂക്കം തിന്മ ചെയ്തുവോ അതവിടെയുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ലോകം ഉണ്ടെങ്കിലോ ആ ലോകത്തേക്ക് എന്താ ചെയ്തത്? ഇതാ ചിന്ത. ഖുർആനിലെ 99-ാം അധ്യായം 8-9 വചനങ്ങളാണ്. എത്ര വചനങ്ങളിലൂടെ? സൂറത്ത് ബഖറയിലെ 281-ാമത്തെ വചനമാണ്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്ന ഒരു ദിവസം. ഇനിയോ മരിച്ചിട്ട് ശവമഞ്ചത്തിലേറിയിട്ട് പള്ളിക്കാട്ടിലേക്കുള്ള അനന്തമായ ഒരു യാത്രയില്ലേ? ആ യാത്രയെ കുറിച്ച് ഓർത്തിട്ട് വേണം ഇന്നുറങ്ങാൻ. പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ. നോക്കൂ, അവിടെയാണ് നമുക്ക് ചെന്ന് ചേരാനുള്ളത്. നരകത്തില് കമ്പനിയുണ്ട്, സ്വർഗത്തിലും കമ്പനിയുണ്ട്, ഖബറിലില്ല. അതുകൊണ്ട് ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ.
ഖബർ എന്ന് കേട്ടാൽ തൽക്ഷണം നീ ഞെട്ടിപ്പോകണം. ആ ഖബറിൽ നീ ഒറ്റക്കാണ്. ഭാര്യ കൂട്ടിനില്ലാതെ, ഭർത്താവ് കൂട്ടിനില്ലാതെ, മക്കള് കൂട്ടിനില്ലാതെ, ഉമ്മ കൂട്ടിനില്ലാതെ, സമ്പാദ്യമില്ലാതെ, പാറാവുകാരില്ലാതെ, പോലീസുകാരില്ലാതെ ഒറ്റക്കൊറ്റക്ക് ചെന്നിട്ട് ആ ഖബറിലേക്ക് ഒരു സ്വർഗത്തിൽ നിന്നൊരു വാതിൽ, നരകത്തിൽ നിന്നൊരു വാതിൽ അല്ലാഹു നരകത്തെ തൊട്ട് കാത്തുരക്ഷിക്കുകയും സ്വർഗത്തിന്റെ വാതായനങ്ങൾ നമ്മുടെ മുമ്പിൽ തുറന്നു തരികയും ചെയ്യുമാറാകട്ടെ എന്ന് ഞാൻ ഈ പ്രസംഗത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനി നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് കടന്നു പോകാം. എന്താ ഈ വിഷയം? ഒന്നാമതായി അല്ലാഹനെ അറിയണം. 3 ബന്ധങ്ങളാണ് മനുഷ്യൻ ഈ ഭൂമുഖത്ത് നിർവഹിക്കാനുള്ളത്. ഒന്ന്, മനുഷ്യനും അവന്റെ സിട്ടാവും തമ്മിൽ. ഈ ലോകം മുഴുവനും ആരുണ്ടാക്കി? ബഷീറേ, ഇത് മൊയ്തീൻ ശൈഖിന്റെ വരദാനമല്ല, മമ്പറന്തങ്ങളുടെ വരദാനമല്ല, അജ്മീറിലെ വരദാനമല്ല, ഇത് റബ്ബിന്റെ വരദാനമാണ്. ഖലഖലകും മാ ഫിൽ അർളി ജമീആ, ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നതാണ്. അല്ലാഹു നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നതാണ്. അവന്റെ വായു, അവന്റെ വെള്ളം, അവന്റെ അനുഗ്രഹം, സപ്താകാശങ്ങൾ, സപ്തസാഗരങ്ങൾ, സപ്തഭൂമികൾ, കോടാനുകോടി കാനനങ്ങൾ, ആ കാനനങ്ങളിലെ കോടാനുകോടി മരങ്ങൾ, ആ കോടാനുകോടി മരങ്ങളിലെ കോടാനുകോടി ചില്ലകൾ, ആ ചില്ലകളിൽ നിന്ന് വിരിഞ്ഞു നിൽക്കുന്ന മനോഹരമായ പുഷ്പങ്ങൾ പിന്നെ കായ്കളായി. ആ കായ്കളെ ടേസ്റ്റിൽ വ്യത്യസ്ത ടേസ്റ്റുകളിൽ വമിനന്നാസി വദ്ദവാബി വല്ലൻആമി മുഖ്തലിഫുൻ അൽവാനുഹു കദാലിക ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. മനുഷ്യരുടെ നിറവർണ്ണങ്ങൾ, ജന്തുക്കളുടെ നിറവർണ്ണങ്ങൾ, എല്ലാറ്റിലുമുള്ള വൈവിധ്യത, അതൊക്കെ ഓർക്കുന്നവർ അവർ അല്ലാഹനെ ഭയപ്പെടും. അല്ലാഹനെ ഭയപ്പെടും. അല്ലാഹനെ ഓർക്കാൻ, അല്ലാഹുവിനെ സ്തുതിക്കാൻ, അല്ലാഹുവിനോട് നന്ദികേട് കാണിക്കാതിരിക്കാൻ. ലൈൻ ശകർതും ലസീദന്നകും വലൈൻ കഫർതും ഇന്നദാബി ലശദീദ്. 14-ാം അധ്യായം 7-ാമത്തെ വചനം. റബ്ബിനോട് നന്ദികേട് കാണിക്കുന്നവർ നമ്മളാകരുത്. വൽ ആദിയാതി ലബ്ഹാ ഫൽമൂരിയാതി കദ്ഹാ ഫൽമുഗീറാതി സുബ്ഹാ ഫഅഥർന ബിഹി നഖാ ഫവസത്ന ബിഹി ജംആ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. രണഭൂമിയിലേക്ക്, യുദ്ധഭൂമിയിലേക്ക് യജമാനനെ ചുമന്ന് കുതിരയാതാ ഓടുന്നു. പ്രഭാതമെന്നോ പ്രദോഷമെന്നോ മരുഭൂമിയെന്നോ അക്കരപ്പച്ചയെന്നോ വ്യത്യാസമില്ലാതെ യജമാനൻ കടിഞ്ഞാണും പിടിച്ച് കുതിരപ്പുറത്തങ്ങോടുമ്പോ തനിക്ക് വെള്ളം തന്നത് കാരണത്താൽ, തനിക്ക് പുല്ല് തന്ന കാരണത്താൽ യജമാനനെ ചുമന്ന് രണഭൂമിയിലേക്ക് ഓടുന്ന, യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടില്ലാത്ത, ബുദ്ധിയില്ലാത്ത, ഹിദായത്ത് നൽകാത്ത ജന്തു ഇല്ലേ? ആ ജന്തു യജമാനനെ ചുമന്ന് എന്തെന്ത് പ്രയാസങ്ങൾ ഉണ്ടാവട്ടെ, എന്തെന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകട്ടെ, വാൾത്തലപ്പുകളുടെ മുറിവേറ്റ് താഴെ വീഴട്ടെ, തന്റെ യജമാനനോട് ബുദ്ധിയില്ലാത്ത കുതിര നന്ദി കാണിക്കുന്നു. മനുഷ്യരെ, ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അല്ലാഹുവിനോട് നന്ദി കാണിക്കാതെ മനുഷ്യൻ എങ്ങനെ ജീവിച്ച് മരിച്ചു പോവുകയാണ്. ഖുർആനിലെ 100-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വചനം. ഈ നാട്ടിലെ, ഈ പ്രദേശത്തിലെ എന്റെ പ്രസംഗം ദൂരെ നിന്ന് കേൾക്കുന്ന ഒരാള് പോലും ഇത് കേൾക്കാതെ പോകരുത്. ഇത് തീരുന്നവരെ കേട്ട് ഇതിനെക്കുറിച്ച് ഇന്ന് രാത്രി അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം, അല്ലാഹനെ നിന്നും ഇരുന്നും കിടന്നും ഓർത്തുകൊണ്ടല്ലാതെ ഇന്ന് നേരം പുലരരുത്. പടച്ചവനെ, 28 വയസ്സെനിക്കായി റബ്ബേ, ഞാൻ എത്ര കള്ളു കുടിച്ചു പോയി, ഞാൻ എത്ര വ്യഭിചരിച്ചു പോയി, ഞാൻ എത്ര തെമ്മാടിത്തം ചെയ്തു പോയി എന്നൊരു 28 വയസ്സുകാരന് ചിന്തിക്കാൻ ഇന്ന് സാധിക്കണം. 38കാരനെ, എത്ര വയസ്സ് നിങ്ങൾക്കുണ്ടോ? ഈ കാലയളവ് വെറുതെ അങ്ങ് തള്ളി നീക്കിയില്ലയോ മനുഷ്യരെ? അതുകൊണ്ട് ഓർക്കണേ, അല്ലാഹനെ കണ്ടുമുട്ടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പടച്ചവനിലേക്കൊരു മടക്കം. ഫമൻ കാന യർജൂ ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സ്വാലിഹാ. അല്ലാഹനെ കണ്ടുമുട്ടണം എന്ന് ഈ പ്രദേശത്തുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ വിഷയം ഇവിടെ റെക്കോർഡ് ചെയ്യപ്പെടും. ഇത് നാളെ കേസറ്റായി ഇൻഷാ അല്ലാഹ്
മനുഷ്യരുടെ കൈകളിൽ കിട്ടും. ഇത് കേൾക്കാൻ നിങ്ങൾ വിധിക്കപ്പെടും. ഇവിടെ പങ്കെടുക്കാത്ത ആയിരങ്ങൾ ഒരുപക്ഷേ നാളെ ഈ കേസറ്റ് കേൾക്കും. അതൊരു പക്ഷേ അവനവന്റെ മണിയറയിലിരുന്നാവാം, വീട്ടിലിരുന്നാവാം, കാറിൽ ഓടിച്ചു പോകുമ്പോഴാവാം, ഫ്ളാറ്റിലാവാം, ഗൾഫിലാകാം. ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, റബ്ബിലേക്കുള്ള ഒരു മടക്കം ഓർത്തുകൊണ്ടല്ലാതെ ഒരു നിമിഷവും നിങ്ങൾ ജീവിച്ചു പോകരുത്. ഇതാണ് ഒരു മുസ്ലിമിനോട് നമുക്ക് ഒന്നാമതായി പറയാനുള്ളത്. അതിന് അല്ലാഹനെ അറിയണം. ആരാ അല്ലാഹ്? ആരാ അല്ലാഹ്? അല്ലാഹു ലോക്കൽ KSRTC പോലെ എന്നൊരു മുസ്ലിയാർ പറയുന്നു. അല്ല ലോക്കൽ KSRTC പോലെ. മൊയ്തീൻ ശൈഖോ അത് BMW പോലെ, അത് ബെൻസ് പോലെ എന്ന് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് ഡീറ്റെയിലായി അല്ലാഹ് അനുവദിച്ചാൽ ഇൻഷാ അല്ലാഹ് കടന്നു വരുന്നതാണ്. ആരാ അല്ലാഹ്? ആരാണ് അല്ലാഹ്? ലോകത്തിന്റെ സൃഷ്ടാവ് അല്ലേ? അല്ലാഹുല്ലദീ. അല്ലാഹ് തന്നെ ചോദിക്കുക, അല്ലാഹുല്ലദീ. ആരാണ് അല്ലാഹ്? അല്ലദീ. ആരാ? എങ്ങനെയുള്ളവനാ? ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ. സുമ്മ റസഖക്കും, നിങ്ങൾക്ക് ഉപജീവനം നൽകിയവൻ. സുമ്മ യുഹീക്കും, അവനാണ് നിങ്ങളെ ജീവിപ്പിച്ചവൻ, അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നവൻ. അങ്ങനെയുള്ളവനാരോ അവനാകുന്നു നിങ്ങളുടെ റബ്ബ്. അല്ലാഹുല്ലദീ. എങ്ങനെയുള്ളവൻ? അല്ലാഹ് അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അമ്പിയാക്കൾക്കതിൽ പങ്കില്ല, ഔലിയാക്കൾക്കതിൽ പങ്കില്ല, ബീവിമാർക്കതിൽ പങ്കില്ല, ആരിഫീങ്ങൾക്കതിൽ പങ്കില്ല. അതുകൊണ്ട് അല്ലാഹുല്ലദീ ഖലഖക്കും സുമ്മ റസഖക്കും സുമ്മ യുമീതുക്കും. ഇത്ര രസമുണ്ടോ? പങ്കജുദാസിന്റെ ഗസലിന് ഇതിനോട് യോജിപ്പുണ്ടോ? ഏതൊരു സംഗീതജ്ഞന്റെ സംഗീതവും അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഏഴയലത്തെത്തുകയില്ല മനുഷ്യരെ. അതുകൊണ്ടല്ലേ അല്ലാഹ് ചോദിച്ചത്, വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. വേദം പഠിക്കാത്തതെന്തടോ ദുർജനം, മൂടിക്കിടക്കയോ മർത്യന് മാനസം. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. 40-ാം അധ്യായം 24-ാമത്തെ വചന. എന്താ അവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുക? എന്താ അവർ ഖുർആൻ തുറന്നു നോക്കാത്തത്? നാന വായിച്ചു, മാപ്രസിദ്ധീകരണങ്ങൾ വായിച്ചു, ഡെയിലി മാധ്യമം വായിച്ചു, ചന്ദ്രിക വായിച്ചു. നമ്മുടെ പാർട്ടിന്റെ പത്രടാ വായിച്ചൂടടാ. ഏയ്, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവനാന്റെ പാർട്ടിയുടെ പത്രം ചേർത്താൻ എല്ലാരും ചെല്ലും. എടാ, അല്ലാഹ് അവതരിപ്പിച്ച ഖുർആൻ ഒന്ന് വായിക്കണേ എന്ന് പറഞ്ഞിട്ട് ചെല്ലാറുണ്ടോ വീട്ടില്? ഇല്ല. അതുകൊണ്ടാ അല്ലാഹ് ചോദിക്കുന്നത്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവരവരുടെ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? എന്താ അവർ ഖുർആനെ പറ്റി പറയാത്തത്? എന്താ അവർ ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. നോക്കൂ, ഖുർആനിൽ 54-ാം അധ്യായം സൂറത്ത് ഖാഫ്, സൂറത്ത് ഖമറിൽ 4 സ്ഥലത്താ അല്ലാഹ് ഒരേ ആയത്ത്. അവരെന്താ ഖുർആൻ പഠിക്കാത്തത്? ഖുർആനെ നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഒന്ന് തുറന്നേ, ഒന്ന് ചിന്തിച്ചേ, ഒന്ന് മനസ്സിലാക്കിയേ. 17-ാം അധ്യായം 54, 17, 22, 32, 40 ഒരേ അധ്യായത്തിൽ 4 സ്ഥലത്ത് അവരെന്താ ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? അവരുടെ ഹൃദയം എന്ത് പറ്റിപ്പോയി? എന്താ അവർ പഠിക്കാത്തത്? അവർക്ക് എളുപ്പമാക്കിയിരിക്കുന്നു. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്ന് സഹീഹ് മുസ്ലിം അവിടെ പറയുന്നുണ്ട്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ, മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു, ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനാണ്. മൊഹീദ്ദീൻമാല പഠിക്കാന്നല്ല. അല്ല. കാരണം എന്താ? മൊഹീദ്ദീൻമാല നബി പഠിച്ചിട്ടുണ്ടോ? ഇല്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഇല്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഉണ്ടോ? അലി ഇബ്നു അബീ ത്വാലിബ് ഉണ്ടോ? ത്വൽഹ ഇബ്നു ഉബൈദുള്ള ഉണ്ടോ? അതുപോലെ ജാബിർ റളിയല്ലാഹു അൻഹു ഉണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് ഉണ്ടോ? അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഉണ്ടോ? അബൂ മൂസ അശ്ശരി ഉണ്ടോ? സഅദ് ഇബ്നു അബീ വഖാസ് ഉണ്ടോ? ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ടോ? അമ്മാർ ഉണ്ടോ? യാസിർ ഉണ്ടോ? സുമയ്യ ഉണ്ടോ? അവരാരെങ്കിലും മൊയ്തീൻമാല കണ്ടിട്ടുണ്ടോ?
മഞ്ഞക്കുളം മാല കണ്ടിട്ടുണ്ടോ? സബീന കണ്ടിട്ടുണ്ടോ? സദഖത്തുല്ലാഹിൽ കാഹിരിയുടെ ഖുതുബിയത്ത് കണ്ടിട്ടുണ്ടോ? ഇല്ല 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 ഇല്ല. ഇനി കേട്ടോ, വദുകുർനമായുത്ലാഫി ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. എന്തൊരു വാക്കാണ്! 33-ാം അധ്യായം 34-ാമത്തെ വചനം സൂറത്ത് അഹ്സാബ്. നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച്, എങ്ങനെ? നിങ്ങളുടെ ഭവനങ്ങളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. വല്ലപ്പുഴയിലെ വാദപ്രതിവാദ കരാർ എഴുതുമ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നു, എന്റെ ഉമ്മ ഇത്ര വയസ്സായി, എന്റെ ഉമ്മ വീട്ടിൽ വെച്ച് ഓതുന്ന സബീന. അല്ല പറയുന്നതോ സബീനയെ കുറിച്ചല്ല, വദുകുർനമായുത്ലാഫി ബുയൂതികുന്ന മിൻ ആയാതില്ലാഹി വൽ ഹിക്മ. നിങ്ങളുടെ വീടുകളിൽ വെച്ച് പാരായണം ചെയ്യപ്പെടേണ്ടത് നാനയല്ല, മാപ്രസിദ്ധീകരണങ്ങളല്ല, വൃത്തികേടുകളല്ല, അതുപോലെ സബീനയല്ല, ഖുതുബിയത്തല്ല, മൊയ്തീമാലയല്ല, മഞ്ഞക്കുളം മാലയല്ല. പിന്നെ എന്താ? പിന്നെ എന്താ? അല്ല പറയുകയാണ്, മുജാഹിദുകൾ പറയുകയല്ല. 921 ശേഷം മുജാഹിദ് സെന്ററിലെ അക്കാലഘട്ടത്തിലെ കെ എം മൗലവിയുടെ ഓഫീസിലിറങ്ങിയ ഒരു വചനമല്ല മനുഷ്യരെ, ലോകത്തേതൊരു ഗ്രന്ഥം പൂജണ്ഡിഗിരിയിൽ കഴിഞ്ഞ ഒരു ജനതയെ സംസ്കാര സമ്പന്നതയുടെ ഉന്നത സോപാനങ്ങളിൽ കൊണ്ടുപോയി വിരാജിച്ചുവോ, ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു പരിവർത്തനത്തിന് മാനവതയെ കളമൊരുക്കിയോ, ആ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ ഓതിക്കൊടുത്ത ഖുർആൻ. ആ ഖുർആൻ നമ്മുടെ വീട്ടിലുണ്ടായാ പോരാ, അത് മട്ടുപ്പാവിൽ കയറ്റിവെച്ചാ പോരാ, മറിച്ച് ലിയുൻദിറ മൻ കാന ഹയ്യൻ, ഇത് ജീവിച്ചിരിക്കുന്നവർക്കുള്ള ഉത്ബോധനം. സൂറത്ത് യാസീൻ 36-ാം അധ്യായം 70-ാമത്തെ വചനം. ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിയൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഗ്രന്ഥമെങ്ങാനും ഒരു പർവ്വതത്തിന്റെ മുകളിലാണ് നാം ഇറക്കിയിരുന്നതെങ്കിൽ നിനക്ക് കാണാമായിരുന്നു, ആ പർവ്വതം പൊട്ടിപ്പോകുമായിരുന്നു. പർവ്വതത്തേക്കാൾ ഇടുങ്ങിയ ഹൃദയം, പർവ്വതത്തേക്കാൾ കുടുസായ ഹൃദയം. സുമ്മ കസത്ത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത്ത് ഖുലൂബുഹും. വിശുദ്ധ ഖുർആൻ 50-ാം അധ്യായം സൂറത്ത് ഹദീദ് 16-ാമത്തെ വചനം. ഹൃദയം കടുത്തുപോയി. നമ്മുടെ ഹൃദയം കടുത്തു പോകരുത്. ഖുർആനാണ് നമ്മുടെ ലക്ഷ്യം, ഖുർആനാണ് നമ്മുടെ ഗ്രന്ഥം. മസലുല്ലദീന ഹമ്മിലുത് തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലുൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബിഇസ മസലുൽ ഖൗമിൽ ലദീന കസ്സബൂ ബിആയാതില്ലാഹ്. വേദം ചുമന്ന കഴുതകളെ പോലെ, ഗ്രന്ഥം ചുമന്ന കഴുതകളെ പോലെ നിങ്ങൾ ആവരുത്. ആ ഗ്രന്ഥത്തിൽ എന്താ ഉള്ളത്? കഴുതക്കറിയില്ല. ഖുർആനിൽ എന്താ ഉള്ളത്? മുസ്ലിങ്ങൾക്കറിയില്ല. അങ്ങനെ വരരുത്, അങ്ങനെ വന്നുകൂടാ, അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ടായിക്കൂടാ. ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ. വ്യക്തമായ വഴികേടിലായിരുന്നു. മദ്യത്തിൽ മുങ്ങിക്കുളിച്ചു, മദ്രാശിയിൽ മുങ്ങിക്കുളിച്ചു, ആർഭാടത്തിൽ മുങ്ങിക്കുളിച്ചു, സുഖലോലുപതയിൽ മുങ്ങിക്കുളിച്ചു. ശിർക്കിലാവട്ടെ കല്ലും മുള്ളും മുരടും മൂർഖൻ പാമ്പും കാഞ്ഞിരക്കുട്ടിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആരാധിച്ചിരുന്ന നിങ്ങൾ, പല ഇലാഹുകൾ, അജഅലല്ലാലിയത ഇലാഹം വാഹിദാ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. സൂറത്ത് സ്വാദ് 5-ാം അധ്യായമാണ്. എന്താ അവരുടെ ചോദ്യം? അവർ ചോദിക്കുന്നത്, വ്യത്യസ്ത ഇലാഹുകളെ ഒറ്റ ഇലാഹാക്കിയോ ഈ മുഹമ്മദ് എന്ന ചോദ്യമാണ് സൂറത്ത് സ്വാദിലെ 5-ലൂടെ. അതുകൊണ്ട് തന്നെ അവർ ശിർക്കിലായിരുന്നു, അവർ കുഫറിലായിരുന്നു. ഒറ്റ ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സമസ്തക്കാരാണോ? നിങ്ങൾ മുജാഹിദുകളാണോ? നിങ്ങൾ പോപ്പുലർ ഫ്രണ്ടാണോ? നിങ്ങൾ സോളിഡാരിറ്റി ആണോ? നിങ്ങൾ തബ്ലീഗ് ജമാഅത്താണോ? അടിസ്ഥാനപരമായി നമ്മൾ മുസ്ലിങ്ങളാണല്ലോ. ആ മുസ്ലിമിന്റെ മാർഗദർശന ഗ്രന്ഥമേത്? ലോക മുസ്ലിമീങ്ങളുടെ മാർഗദർശന ഗ്രന്ഥമേത്? നീതിയിലധിഷ്ഠിതമായ ഒരു ഭരണം ഉമർ ഇബ്നുൽ ഖത്താബ് കാഴ്ചവെച്ചു റളിയല്ലാഹു അൻഹു. സ്വതന്ത്ര ഭാരതം, അവിടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഭരണം അത് ഉമറിന്റെ ഭരണമാണ്.
കാർൽ മാർക്സിന്റെ ഭരണമല്ല, എംഗൽസിന്റെ ഭരണമല്ല, മുസോളിനിയുടെ ഭരണമല്ല, കാറൂണിന്റെ ഭരണമല്ല, ഹാമാന്റെ ഭരണമല്ല, നമ്രൂദിന്റെ ഭരണമല്ല, ഫിറൗനിന്റെ ഭരണമല്ല, അബൂജഹലിന്റെ ഭരണമല്ല, നെതന്യാഹുവിന്റെ ഭരണമല്ല, ജോർജ് ഡബ്ല്യു ബുഷിന്റെ ഭരണമല്ല, ഉമറിന്റെ ഭരണം. എന്തേ ആ ഭരണത്തിന്റെ വെച്ചം? അത് നീതിയിലധിഷ്ഠിതമാണ്, തൗഹീദിലധിഷ്ഠിതമാണ്, തൗഹീദിലധിഷ്ഠിതമാണ്. ശിർക്കിന്റെ കോട്ടക്കൊത്തളങ്ങളോട് തൗഹീദിന്റെ വചനം കൊണ്ട് അടരാടിയ സഹാബത്തിന്റെ ചരിത്രം, അധർമ്മബോധത്തോട് ധർമ്മത്തിന്റെ ബോധവുമായി കടന്നു ചെന്ന ഒരു ജനത, അനീതിയിൽ മുങ്ങിക്കുളിച്ചു പോയ ലോകത്തെ നീതിയിൽ അധിഷ്ഠിതമാക്കി കൊണ്ടുവന്ന ജനത. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവാമീന ബിൽ ഖിസ്ത് ശുഹദാഅ ലില്ലാഹ്. എത്ര രൂപത്തിലാണ് ഖുർആൻ 5-ാം അധ്യായം 8-ാമത്തെ വചനം, 4-ാം അധ്യായം 135-ാമത്തെ വചനം. അങ്ങനെ ഒരു സമൂഹം ഉണ്ടായോ? ഉണ്ടായി. സമസ്തക്കാർക്കും മുജാഹിദുകൾക്കും ലോക മുസ്ലിമീങ്ങൾക്കും അല്ല മുസ്ലിങ്ങൾക്ക് പോലും എതിരഭിപ്രായമില്ലാത്ത ഒരു കാര്യം, ഏറ്റവും നല്ല ജനത മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വാർത്തെടുത്ത ജനതയാണ്. സമ്മതിച്ചോ? ഖൈറുന്നാസി ഖർനീ സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന